പക്ഷെ എങ്കിൽ പോലും ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫാമിലി പോയിന്റിൽ ഞാൻ ബിഗ് സീറോ ആയിരുന്നു. നല്ല അമ്മയല്ല, എൻ്റെ മക്കൾക്ക് സമയം കൊടുക്കാനില്ല, ബിസിനസ്സിൽ മാത്രം ജീവിക്കുന്ന ഒരാളെ പോലെയാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വന്നപ്പോൾ അവർക്ക് എന്നെ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായി. അതാണ് പ്രശ്നം. ഭയങ്കര പിച്ചിയാണ്, കാശ് അതുപോലെ മേടിക്കുന്നത്. അതാണ് ഞങ്ങളെ ഇത്ര സ്ട്രോങ് ആക്കിയത്. വേറെ ഒരാൾ ഫ്രീ ആയിട്ടൊന്നും തരില്ലായിരുന്നു. അത് എവരി മന്ത് കാശ് കണക്ക് കുറഞ്ഞ് മേടിക്കും, പലിശ ചെറിയ ഇൻട്രസ്റ്റ് മേടിക്കും. അപ്പോൾ അവിടുത്തെ ഒരു മെൻറ്റർഷിപ്പിൽ അവർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ എക്സ്പോഷർ ഭയങ്കര വലുതാണ്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അപ്പോൾ ഒത്തിരി ആൾക്കാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ 100% എൻ്റെ മമ്മിയിലാണ് ഞാൻ അത് കറക്റ്റ് സമയത്ത് എക്സിറ്റ് ചെയ്തു താങ്കളുടെ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മുടെ അപ്പിയറൻസ് വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു മോശമായിട്ട് പെരുമാറുന്ന ബോഡി ഷേമിംഗ് ആയി. അപ്പോൾ ഞാൻ ഈ ഷഹനാസ് ഹുസൈൻ്റെ ഫ്രാഞ്ചൈസിയുടെ കാര്യങ്ങൾ എടുത്തപ്പോൾ അന്നൊരു 15,000 രൂപയ്ക്ക് അവരവിടെ കുറച്ച് പഠിപ്പിക്കുകയും കുറച്ച് ഇങ്ങനെ ക്രീമൊക്കെ തന്നെ. ആ ഐഡിയ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ട്രെയിനിങ് സെന്ററിൽ ഇട്ടതാണ്. ഹായ്, ഞാൻ ഷിമൈം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ അറിയപ്പെടുന്ന വനിതാ സംരംഭകളിൽ ഒരു വ്യക്തിയെയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പം. നമ്മൾ കേരളത്തിൽ ഒരു ബ്രാൻഡായി വളർന്നതിന് ശേഷം പലപ്പോഴും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നേക്കാം, വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ടേൺ ഓവർ മാത്രമാണോ? ബിസിനസ്സിൽ പണ്ടൊരു ചൊല്ലുണ്ട്, എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പഠിക്കണം, പണമുണ്ടാക്കൽ മാത്രമായിരിക്കില്ല ബിസിനസ്. ചില തിരിച്ചറിവുകൾ ജീവിതത്തിലുണ്ടായതിനു ശേഷം ഒരു നല്ല കർമ്മമേഖല കണ്ടുപിടിച്ച ഒരു വനിതാ സംരംഭകയാണ് ഷിജ, അദ്ദേഹത്തിൻ്റെ മകൾ അനീറ്റ. രണ്ടുപേരും ഈ ഹോട്ട് സീറ്റിൽ എന്നോടൊപ്പം ഇരിപ്പുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്കൾ തന്നെ തുടങ്ങാം ഷിജ. താങ്കളുടെ നാട് എവിടെയാണ്? ചേർത്തലയാണ്. പഠിച്ചതൊക്കെ എന്തായിരുന്നു? പഠിച്ചത് ശരിക്കും 8ാം ക്ലാസ് വരെ അവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. നാട്ടിൽ തന്നെയാണ് പഠിച്ചത്, തൈക്കാട്ശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെൻറ്റ് മേരീസ് ചേർത്തലയിലേക്ക് മാറി, ഗേൾസ് സ്കൂളിലേക്ക് മാറി. അഗെയിൻ അവിടെ നിന്ന് ഓൾമോസ്റ്റ് സെൻറ്റ് മൈക്കിൾസിലേക്ക് മാറി. ഡിഗ്രി BSc സുവോളജി ആയിരുന്നു, അതും അവിടെയാണ് പഠിച്ചത്. ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം. അനീറ്റയുടെ വിദ്യാഭ്യാസം എന്താണ്? ഞാൻ രാജഗിരി കളമശ്ശേരിയിൽ BCom വിത്ത് ACC പഠിച്ചത്. ഇപ്പോൾ ഞാൻ MBA ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതുകൂടാതെ ഇപ്പോൾ ICF-ൻ്റെ സർട്ടിഫിക്കേഷൻ PCC-ലേക്ക് വർക്ക് ചെയ്തുകൊണ്ട്. ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം, കാരണം അമ്മയുടെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. താങ്കൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു ഓൺട്രപ്രണറായ ആളാണെന്ന് കേട്ടിട്ടുണ്ട്. താങ്കളുടെ പിതാവ് ബിസിനസ്സാണോ, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? പിതാവ് ഒരു സോഷ്യൽ വർക്കറായിരുന്നു. എപ്പോഴാണ് അപ്പോൾ ആദ്യമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്? ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഡാഡി BSc കെമിസ്ട്രിക്കാണ് കോളേജിൽ കൊണ്ടേ ചേർത്തത്. ഓക്കെ. അപ്പോൾ കെമിസ്ട്രി കൊണ്ടേ ചേർത്തപ്പോൾ എനിക്ക് 2-3 ദിവസം ക്ലാസ് ഇരുന്നപ്പോൾ കെമിസ്ട്രി പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചേട്ടൻ അന്ന് കോളേജ് ചെയർമാനാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് കെമിസ്ട്രി ഓടില്ല. ഡാഡി ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അപ്പോൾ ചേട്ടൻ ലോക്കൽ ഗാർഡിയനായിട്ട് അർക്കിൽ സാർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളായിരുന്നു. സാറിനോട് പറഞ്ഞിട്ട് എന്നെ BSc സുവോളജിയിലേക്ക് മാറ്റി തന്നു. അപ്പോൾ സുവോളജിയിലേക്ക് മാറിക്കഴിഞ്ഞത് ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഡാഡി സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഈവൻ ഫസ്റ്റ് ഈ മോഡൽ എക്സാം വരുമ്പോൾ വീട്ടിലേക്ക് അയക്കും അവർ മാർക്ക് ലിസ്റ്റ്. അപ്പോഴാണ് ഡാഡി BSc സുവോളജി എന്ന് അറിഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു കാശ് തരില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ. അങ്ങനെയാണ് ബിസിനസ്സിൽ വരാൻ. അപ്പോൾ എന്ത് ബിസിനസ്സാണ് ആദ്യം തുടങ്ങിയത്? ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 92 ഡാഡിയുടെ പെങ്ങള് കാനഡയിൽ നിന്ന് ഡിവോഴ്സ് ചെയ്യവർ. അപ്പോൾ ആൻറ്റി നേഴ്സായിരുന്നു. ആൻറ്റിക്ക് അപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റ് വന്നു. അപ്പോൾ ആൻറ്റി ഡിവോഴ്സ് ചെയ്ത് ആൻറ്റിക്ക് അപ്പോൾ കുറച്ച് ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ വന്നപ്പോൾ ആൻറ്റി ഇവിടെ പനങ്ങാട് വന്നിട്ടൊരു വീട് മേടിച്ചു. അമ്മുമ്മ അവിടെയായിരുന്നു. അപ്പോൾ അവർ ഇവിടെ വന്നു. പനങ്ങാടാണ് അമ്മുമ്മയുടെ നാട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും അങ്ങോട്ട് കൊണ്ടുപോയി, കാര്യം ആൻറ്റിയും അമ്മയുമായിട്ട്. അപ്പോൾ ആൻറ്റി പകുതി വല്ലപ്പോഴും വരുള്ളൂ, അമ്മുമ്മയെ അവിടെ ആക്കി. അങ്ങനെ ഞങ്ങൾ അമ്മുമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പനങ്ങാട് നിന്നായിരുന്നു ചേർത്തലയിൽ പോയിട്ടൊന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മുമ്മയായിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ചേട്ടനപ്പോൾ ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അന്നൊരു 300 രൂപ കിട്ടണേ. അപ്പോൾ രാവിലെ 7:30 പോയാൽ രാത്രി 8 മണിക്കൊക്കെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 ചേച്ചിമാരുണ്ട് സഹായിക്കാൻ. അപ്പോൾ അവർക്ക് ഈ 300 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എന്തിനാ നീ ഇതിന് പോണേ, എന്തെങ്കിലും ചെയ്തുകൂടെ? അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ചെയ്തതല്ല, അവിടെ ഞങ്ങളുടെ ഒരു കസിൻ ശരിക്കും നല്ല കാശ് പണയം വെച്ചിട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളൊരു പണയം എടുക്കാമെന്ന് വിചാരിച്ചാൽ 50,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങളൊരു ത്രാസും കല്ലൊക്കെ മേടിച്ചായിരുന്നു. പക്ഷെ അത് ഡാഡിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരാഴ്ച തന്നെ പൂട്ടിപ്പോയി, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റർ. അതെ. അപ്പോൾ അത് താങ്കൾ പഠിച്ചിട്ടില്ല? ഇല്ല, ബ്രദർ പഠിച്ചിട്ടുണ്ട്. പക്ഷെ താങ്കൾ വിദ്യാർത്ഥിയാണ് ആ സമയത്ത് അല്ലേ? അതെ.
അപ്പോൾ എന്തായിരുന്നു സ്റ്റുഡൻസ് ഒക്കെ വന്നോ, എങ്ങനെയായിരുന്നു അത്? സ്റ്റുഡൻസ് നന്നായിട്ട് വന്നു. കാരണം വെച്ചാൽ ഞങ്ങളുടെ ആ സമയത്ത് എന്ന് വെച്ചാൽ അന്ന് ടൈപ്പ് റൈറ്റിംഗ് ആണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏറ്റവും ടാർഗറ്റ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ക്ലാസ് ആൾക്കാരെയാണ്. 500 രൂപയ്ക്ക് ഒരു മാസം പഠിപ്പിക്കുന്ന ലെവലുകൾ പോയെ. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയ 11 മണി വരെ 2 PC ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ 1 മണിക്കൂർ ഇങ്ങനെ ബേസ് ചെയ്തപ്പോൾ അധ്യാപകർ, എറണാകുളത്ത് നിന്ന് ആൾക്കാർ, അങ്ങനെ ഒരു 50-52 പേരൊക്കെ ഉണ്ടായിരുന്നു ബാച്ചസ്. അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഫീസ് മേടിക്കാൻ ഭയങ്കര മോശമായിരുന്നു. 2 ട്രെയിനി ആൾക്കാരും ചേട്ടനുമാണ്. ചേട്ടന് ഒരു ട്രെയിനി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ 3 പേരും കൂടി അവർ പഠിപ്പിക്കണം. അപ്പോൾ ചേട്ടന് ഫീസ് വാങ്ങാൻ പറ്റാത്തപ്പോൾ ഞാൻ അത്യാവശ്യത്തിൽ തൻ്റെ ഇടയ്ക്ക് വെച്ചാണ്. അപ്പോൾ ഞാൻ ഫീസ് മേടിച്ചാണ് തുടങ്ങിയത്. അങ്ങനെ ചേട്ടൻ്റെ കൂടെ കാശ് വാങ്ങാൻ ഒരാൾ വേണമല്ലോ. അതെ അതെ, അങ്ങനെയാണ് ഞാൻ ചേട്ടൻ. അതൊന്ന് വളർന്നോ, സ്കെയിലപ്പ് ചെയ്തോ അത്? ഞങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു വർഷത്തിൽ തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 3 ഫ്രാഞ്ചൈസീസ് കൊടുത്തു. ഫ്രാഞ്ചൈസി? അത് ശരി. അപ്പോൾ ആ കോൺസെപ്റ്റ് എങ്ങനെ തലേന്ന് കിട്ടിയ? അത് ഷഹനാസ് ഹുസൈൻ്റെ ഞാനപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാനഡയിൽ പോകാനായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നോക്കണേ. ശരി. അപ്പോൾ കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് ആൻറ്റി സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യണം എന്തെങ്കിലും. അപ്പോൾ ചേട്ടൻ കുറേ കോഴ്സുകൾ എടുത്തു. ഞാനപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വന്നു. എഗെയിൻ ഞങ്ങളുടെ സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് അവിടെ പ്രാക്ടീസും ചെയ്യണുണ്ടായിരുന്നു ഞാൻ. കാരണം അവിടെ പോയി എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഷഹനാസ് ഹുസൈൻ്റെ ഫ്രാഞ്ചൈസിയുടെ കാര്യങ്ങൾ എടുത്തപ്പോൾ അന്നൊരു 15,000 രൂപയ്ക്ക് അവരവിടെ കുറച്ച് പഠിപ്പിക്കുകയും കുറച്ച് ഇങ്ങനെ ക്രീമൊക്കെ തന്നെ. ആ ഐഡിയ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ട്രെയിനിങ് സെന്ററിൽ ഇട്ടതാണ്. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഫ്രാഞ്ചൈസി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 3 ഫ്രാഞ്ചൈസി വിറ്റപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കമ്പ്യൂട്ടേഴ്സ് വേണ്ടി വന്നു. അപ്പോൾ ആ കമ്പ്യൂട്ടേഴ്സ് എടുക്കാൻ ഞങ്ങൾ അന്നുള്ള ലോക്കൽ അസംബ്ലേഴ്സിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഓൾമോസ്റ്റ് അവരുമായിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ഒരു അസംബ്ലറായിട്ട് അന്നൊരു സൈനറ്റിക്സ് എന്ന് പറഞ്ഞൊരു അസംബ്ലറുണ്ട്. അവരുടെ പ്രോഡക്റ്റ് ഞങ്ങൾ വിൽക്കാൻ തുടങ്ങി. ഒരു വർഷം ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ഓർഡറൊക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 93 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കുറേ അന്ന് ലേസർ പ്രിൻ്റർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കണേ. കാര്യം ഞങ്ങൾക്ക് DTP സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാശിനൊരു പ്രശ്നമില്ല. കാര്യം ആൻറ്റി നല്ല ക്യാഷ് റിച്ച് ആയതുകൊണ്ട് ആൻറ്റി വിറ്റിച്ച് ഡിവോഴ്സ് ആയിട്ട് വന്നേക്കൊണ്ട് കാശ് മുഴുവൻ ഞങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞ് തന്നെ ഒരു അവസ്ഥ. അതെ അതെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൻറ്റി ശരിക്കും ഒരു 2 lakhs ലോൺ എടുത്ത് വന്നു. എല്ലാം ലോണാണ് കേട്ടോ, കാശ് ഞങ്ങൾ തന്നെ അടയ്ക്കണം കേട്ടോ. അതാണ് പ്രശ്നം. ആൻറ്റി ഭയങ്കര പിച്ചയാണ്, കാശ് അതുപോലെ മേടിക്കും കേട്ടോ. അതാണ് ഞങ്ങളെ ഇത്ര സ്ട്രോങ് ആക്കിയത്. കാരണം ഒരാൾ ഫ്രീ ആയിട്ടൊന്നും തരില്ലായിരുന്നു. ആൻറ്റി എവരി മന്ത് കാശ് കണക്ക് പറഞ്ഞ് മേടിക്കും, പലിശ ചെറിയ ഇൻട്രസ്റ്റ് മേടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്ന സാധനം ഒരു ലേസർ പ്രിൻ്ററൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 15,000 രൂപ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ലാഭമായിരുന്നു. അപ്പോൾ ഒരു മാസം ഒരു ലേസർ പ്രിൻ്ററൊക്കെ വിറ്റാൽ മതി. എഗെയിൻ ഞങ്ങൾക്കൊരു അംബാസിഡർ കാർ ആൻറ്റി വാങ്ങി തന്നിരുന്നു. 2,90,000 കൊടുത്തു. അതിലൊരു 10-15,000 രൂപ ഒരു മാസം അന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല ലാഭിഷമായിരുന്നു സത്യം. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ അതൊരു ബിസിനസ് മോഡലായോ ഈ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട്? അല്ല, ട്രെയിനിങ് സെൻറ്റർ നന്നായിട്ട് പോയി. ഇപ്പോൾ കോലഞ്ചേരിയിൽ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, തലയോലപ്പുറം ഉണ്ടായിരുന്നു, കുണ്ടറ ഉണ്ടായിരുന്നു. എഗെയിൻ ഞങ്ങളുടെ പന്നങ്ങാട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് മാറ്റി, വീടപ്പോൾ ഞങ്ങൾ പൊളിച്ചു. അപ്പോൾ ആ ബിസിനസ്സിൽ മാത്രമാണോ വേറെ എന്തെങ്കിലും പാരലലി ബിസിനസ്? അല്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ട്രേഡിംഗ് ഇത് ഉണ്ടായിരുന്നു. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ PCs വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും അതൊരു സ്വന്തം ബ്രാൻഡ് ആക്കണം എന്ന് തോന്നിയില്ല? അല്ല, 93 ആയപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 93 മാർച്ച് ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അവിടെ അഹമ്മദ് ചേംബേഴ്സ് ടൗൺ ഹാൾ റോഡിൽ. അവിടെ ഒരു 150 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടേക്ക് ഒരു സൂപ്പർ സോഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് സെനിക്കോൺ PCയുടെ ഓൾമോസ്റ്റ് സെൻട്രൽ എക്സൈസിന്റെ രജിസ്ട്രേഷനൊക്കെ എടുത്ത്. സെനിക്കോൺ കാലത്ത് വലിയൊരു പ്രമുഖ ബ്രാൻഡായി പിന്നീട്. അതെ അതെ, സ്വന്തമായി ബ്രാൻഡ് ആയിട്ട്. അതെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ആൾക്കാർ കൂടുതലും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യില്ല, എല്ലാം ഇങ്ങനെ ഏറ്റവും പൈസ കുറഞ്ഞതല്ലേ. അപ്പോൾ ഞാനന്ന് അസംബിൾ ചെയ്യുമ്പോൾ എംടെക്കിൻ്റെ ക്യാബിനറ്റ്, വിൻട്രോണിൻ്റെ ക്യാബിനറ്റ്, എഗെയിൻ ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എടുത്ത് ഒരു ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള PC എന്നുള്ള ലെവലിലാണ് നമ്മൾ കേരളത്തിൽ അന്ന് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടായി? അന്ന് ഞങ്ങൾക്കൊരു 50 ഡീലേഴ്സ് ഉണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് പാർട്ണർഷിപ്പാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരിപ്പോൾ എല്ലാ ഇപ്പോൾ ഇരിങ്ങാലക്കുടി ആയാലും തിരുവനന്തപുരം ആയാലും എല്ലാ ടൗണിലും ഞങ്ങൾക്ക് അന്ന് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ താങ്കൾ അവിടെയൊക്കെ പോയി ട്രാവൽ ചെയ്ത് ബിസിനസ് പിടിക്കുകയാണ്? അല്ല, എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ടീമുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു പരിധിവരെ ഇപ്പോൾ എംപ്ലോയീസിന് നന്നായിട്ട് ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. നന്നായിട്ട് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യും. അങ്ങനെ കുത്തിയിരുന്ന് പണിയെടുക്കുന്ന സിസ്റ്റം ഇല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അന്ന് അതങ്ങനെ അപ്പോൾ ആ സമയത്ത് വിവാഹം കഴിഞ്ഞതാണ്? 97-ലാണ് കല്യാണം കഴിച്ചത്. ഓക്കെ. അപ്പോൾ അദ്ദേഹവും ബിസിനസ് ആയിരുന്നു? അദ്ദേഹം നോവോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഡിസ്ട്രിബ്യൂഷനാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 97-ൽ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് ഒന്ന് പൊട്ടി. എന്ത് പറ്റി? കാരണം എനിക്ക് ഒരു ഫസ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എൻ്റെ ആ ഒരു പ്രഗ്നൻസിയുടെ കുറേ പ്രശ്നങ്ങളും ജെയ്മോൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിന് ഒരു ഹാർട്ട് സർജറി വന്നു. ഈ 2 കാര്യങ്ങളും വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ ബാഡ്. ജെയ്മോൻ താങ്കളുടെ ഹസ്ബൻഡാണ്? അത് ജെയ്മോൻ ഹസ്ബൻഡാണ്. റോയാണ് എൻ്റെ ബ്രദർ. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് 2 പേർക്ക് ഈ പ്രോബ്ലം വന്നപ്പോൾ ഞങ്ങളുടെ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രെയിനീസ് ആയിട്ടുണ്ടായിരുന്ന 2 പേര് ഞങ്ങളുടെ 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ അസംബ്ലിങ് യൂണിറ്റ് ഒക്കെ തുടങ്ങുന്നത്. അവർ ഞങ്ങളില്ലാതെ വന്നപ്പോൾ അവർക്ക് ആൾക്കാർ കാശ് കൊടുത്തില്ല. അപ്പോൾ ഹ്യൂജ് ലോസായി.
അപ്പം ഞാൻ ഓൾമോസ്റ്റ് അന്നൊരു വാടക വീട്ടിലാണ്. ഈവൻ കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലവന്നൂർ റോഡിലൊരു വാടക വീട്ടിലാണ് താമസിക്കണേ. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നു എൻ്റെ കൊച്ചിനെ കാണാനാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ നിർത്തുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച് കുഞ്ഞൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ശരിക്കും അപ്പോൾ അവരുടെ ഒരു സ്ഥലം വെച്ചിട്ടാണ് ഞങ്ങളൊന്ന് കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ക്യാഷ് വേറൊരു 25 lakhs ലോൺ എടുത്ത് ആ ക്യാഷ് കൊടുത്ത് അവരുടെ രണ്ടുപേരെ അവർ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളൊരു 12 ലക്ഷം രൂപ മൈനസിലാണ് പിന്നെ രണ്ടാമത് തുടങ്ങുന്നത്. അപ്പോൾ അത് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നീട് താങ്കളുടെ ഹസ്ബൻഡുമായിട്ട് ചേർന്നിട്ടാണ്? ഹസ്ബൻഡായിട്ട് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഡിഫറെൻറ്റ് കമ്പനിയായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഈ ബിസിനസ് ചെയ്യണമുണ്ട്. ഒരാളുടെ കാര്യത്തിൽ കയറൂലായിരുന്നു. 3 പേരും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നീട് ബ്രദർ വേറെ സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് 2008 ആയപ്പോഴത്തേക്കും ബ്രദർ ഞങ്ങളുടെ നിന്നും പോയിട്ട് പുള്ളി തനിച്ച് അപ്പോൾ സെനിക്കോൺ ഇൻഫോവേ പുള്ളിക്കായിട്ട് കൊടുത്തു. അതെ. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെന്തായിരുന്നു? ഞങ്ങളുടേത് ശരിക്കും അപ്പോൾ ഞങ്ങൾക്ക് നോവിയോൺ ഉണ്ട്, വെസ്റ്റേൺ IT ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആ 2 കമ്പനിയും ആണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നീട് ഒരു വലിയ ടേൺ ഓവർ ഉണ്ടാക്കി നല്ല വളർച്ചയിലേക്ക് എത്തി നിങ്ങൾ. അത് ശരിക്കും 2000 തൊട്ട് നമ്മൾ നന്നായിട്ട് വളർന്നു. കാരണം വെച്ചാൽ 1999 ജൂലൈയിലൊക്കെ ആദ്യമായിട്ട് ഒരു 1 കോടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ഒരു മാസം വന്നത്. പിന്നെ ഒരു 2000 തൊട്ടെന്ന് പറഞ്ഞാൽ ഈ Y2Kയുടെ ഒക്കെ ശേഷം നമ്മൾക്ക് ഓൾമോസ്റ്റ് തിരുവനന്തപുരം, കൊല്ലം, കാലിക്കറ്റ്, കണ്ണൂർ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് വന്നു. അങ്ങനെ പെട്ടെന്ന് കയറി പിന്നെ എത്ര കോടി വരെയൊക്കെ എത്തി? എനിക്ക് തോന്നുന്നു 2008-9 100 കോടി വരെ എത്തി. 100 കോടി, അത്രയ്ക്ക് ടേൺ ഓവർ ഉണ്ടായി എന്നുള്ളതാണ് സത്യം അല്ലേ? പക്ഷെ അവിടെയൊക്കെ താങ്കൾ ഷീജ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാവുന്ന ഷീജാസ് IT മോളൊക്കെ വന്നതിന് ശേഷം അത് ഏത് വർഷമാണ്? അത് 2011 വന്നത്. 2011. കാരണം അന്നൊക്കെ ഞങ്ങൾ ഈ ഹോൾസെയിൽ ചെയ്യുമ്പോൾ ഞങ്ങളപ്പോൾ ഒരിക്കലും റീറ്റെയിൽ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഒരു 1000-1500 ഡീലേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ റീറ്റെയിൽ അത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ പല ആൾക്കാരും നമ്മൾ ഈ ഒത്തിരി ബോക്സ് മൂവ് ചെയ്യണ കാണുമ്പോൾ അവർ വരും, വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഞങ്ങൾക്കൊരു സാധനം പൊട്ടിക്കാൻ പറ്റില്ല, പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ആൾക്കാർ ചോദിച്ചപ്പോഴാണ് ഞാൻ അവിടുത്തെ ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സ്റ്റോർ എന്നുള്ളൊരു പോയിന്റിൽ ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള ലെവലിലാണ് അന്ന് ഞാനൊരു സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് മാൾ എന്നുള്ള രീതിയിൽ അതങ്ങനെ ചെയ്തു, കടവന്തര ചെയ്തു. കാര്യം അന്ന് തന്നെ ഞാൻ അത് എന്താ വെച്ചാൽ അതിന് മുമ്പ് ചെയ്തേനെ. അപ്പം ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ പോയപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ റീറ്റെയിൽ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് അതൊരു 2-3 വർഷം വൈകിയായിരുന്നു, അല്ലെങ്കിൽ അത് നേരത്തെ വന്നേനെ. ആ സമയങ്ങളിൽ എന്തെങ്കിലും ബിസിനസ്സിൽ വളർച്ചയാണോ തിരിച്ചടികൾ പിന്നീട് ഉണ്ടായോ? അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ എടുത്തപ്പോൾ അതിൽ കുറച്ച് ഞങ്ങളുടെയൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലം വെച്ചാൽ ബാക്ക് എൻഡുകൾ ഇവർ പയ്യാണ് സെറ്റിൽ ചെയ്യണേ. അപ്പോൾ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെണ്ടർ ശരിക്കും പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള കുറച്ച് ബാക്ക് എൻഡുകൾ തരാതിരുന്നു. അപ്പോൾ ഒരു 50 lakhs ഒരു വർഷം പെട്ടെന്ന് കിട്ടാത്തൊരവസ്ഥ വന്നു, സ്ട്രക്കായി, കിട്ടിയില്ല. അപ്പോൾ ആ ക്യാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ചെറിയ പ്രോഫിറ്റിലുള്ള ഈ ടേൺ ഓവർ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രോഫിറ്റബിലിറ്റി വളരെ ചെറിയൊരു ബിസിനസ്സാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇല്ലാതെ വരും. പിന്നെ ഭയങ്കര ഹ്യൂജ്, ഞങ്ങൾക്കൊക്കെ നല്ല ലോണും ഉണ്ടായിരുന്നു. അപ്പോൾ ലോണിനാണ് ഏറ്റവും കൂടുതൽ കാര്യം. പിന്നെ സാലറി, സ്റ്റാഫിന്റെ സാലറി, റെന്റ്, ഇങ്ങനെയൊക്കെ പല നല്ല ക്യാപിറ്റൽ വേണം. കാരണം നമ്മുടെ കാശ് എല്ലാ പറമ്പും കൊണ്ടുപോയി വെച്ചിട്ട് ലോൺ എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിൽ ബേസ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാഭം ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ ബാക്ക് എൻഡ് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് ഭയങ്കര തലവേദനകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ബിസിനസ്, ഈ ഒരു മോഡൽ ശരിയാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നത്. അപ്പോൾ നഷ്ടങ്ങൾ അക്യുമുലേറ്റീവായിട്ട് വരാൻ തുടങ്ങിയോ? അല്ല, ഞങ്ങൾ അങ്ങനെ നഷ്ടങ്ങൾ, കാര്യം ഞങ്ങൾ നഷ്ടങ്ങൾ അത്ര കഷ്ടം കണ്ടു വന്നിട്ടുണ്ടെങ്കിലും മാസീവായിട്ട് നഷ്ടങ്ങൾ ഒരിക്കലും വരാറുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ വരാറ്. പക്ഷേ ഇതൊരു വളരെ മാസീവായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓൺലൈൻ കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഫ്ലിപ്കാർട്ട് ഇങ്ങനെ ഷോറൂമിൽ വന്നാലും ആൾക്കാർ അവിടെ നിന്ന് പ്രൈസ് നോക്കിയിട്ട് ഏറ്റവും തരം പ്രൈസ് എല്ലാ സെഗ്മെൻറ്റിലും വന്നു. അപ്പോൾ എല്ലായിടത്തും വന്നപ്പോഴത്തേക്കും നമ്മൾ വളരെ ലാർജ് ഫോർമാറ്റിൽ പോകുമ്പോൾ നമ്മൾക്കത് ലോസായിട്ട് വരുന്നൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു കംഫർട്ട് വേണമല്ലോ നമുക്ക്. കാര്യം ബിസിനസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉപജീവനമാണ്, അല്ലാതെ അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കണം. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഒരു ആഗ്രഹം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ശരിക്കും എൻ്റെ മമ്മിക്ക് ശരിക്കും പറഞ്ഞാൽ അസുഖം വന്നു. പല പല കാര്യങ്ങൾ ഇങ്ങനെ പേഴ്സണലായിട്ട് കുറേ ഇഷ്യൂസ് വരാൻ തുടങ്ങി. മോൾക്ക് കുറച്ച് ഇഷ്യൂസ് വന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ എൻ്റെ ബിസിനസ്സിൽ നിന്ന് വന്നു. ആ ഒരു കാര്യം വന്നപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും 98% റിട്ടൻഷനുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും അവർക്കത് ഞങ്ങളുടെ ഒരു ആബ്സെൻസിൽ പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് മൂവ് ഔട്ട് ചെയ്തു. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കുറേ ഇഷ്യൂസ് ബേസ് ചെയ്തത്. ആ സമയത്താണ് താങ്കൾ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒരു സോഫ്റ്റ്വെയറിലേക്ക് നടത്തുന്നത്. അതെ, സോഫ്റ്റ്വെയർ ഒരു 50 ലക്ഷം രൂപ കൊടുക്കണം. കാരണം വെച്ചാൽ ഡീലേഴ്സ് വാങ്ങിയിട്ട് കാശ് കുറച്ച് തരാൻ തുടങ്ങി. അപ്പോൾ 100 കോടിക്ക് മുകളിൽ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഡീലർ സാധനം ഒരു 30,000 രൂപയുടെ PC മേടിച്ചിട്ട് 26,000 രൂപ വന്ന് ഇവർ 26,000 രൂപയുടെ ചെക്ക് മേടിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
അപ്പം നമ്മൾക്കൊരു കൺട്രോൾ ഇല്ല. അപ്പോൾ ആ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് ഒരു 50 lakhs ഒക്കെ മുടക്കി ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്ത്, കാര്യം നമ്മുടെ കമ്പനി രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ലൈസൻസിങ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് അത്രയും ഈ ഒരു സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തത്. പക്ഷെ അതെനിക്ക് ബൗൺസ് ബാക്ക് ചെയ്തത്. കാരണം എംപ്ലോയീസ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. എംപ്ലോയീസ് അക്സെപ്റ്റ് ചെയ്തില്ല, ഡീലേഴ്സും അക്സെപ്റ്റ് ചെയ്യില്ല. കാര്യം അവരുടെ ചെക്ക് തന്നാലേ ബില്ല് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ചെക്ക് ഇല്ലാതെ ബില്ല് ചെയ്യും. അപ്പോൾ ഇത് ആ ഒരു മാർക്കറ്റ് അത്രയും മെച്ചുവേർഡ് ആയിരുന്നില്ല. അതിനിടയിൽ താങ്കൾക്ക് ഇഷ്ടംപോലെ പേഴ്സണൽ പ്രോബ്ലംസ് വരാൻ തുടങ്ങി. പിന്നെ എന്ത് തീരുമാനിച്ചു? അതിൽ മേജർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്കൊരു അത്യാവശ്യം ഞാൻ വീടൊക്കെ ഹൗസിംഗ് ലോണൊക്കെ ഉണ്ട്. ഒരു 3 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ശരിക്കും ഫെഡറൽ ബാങ്കിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു മാസം എനിക്ക് 1,20,000 രൂപയാണ് ഇൻസ്റ്റാൾമെൻ്റ് ഉള്ളത്. അപ്പോൾ ഇവരിങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ മോൾക്കും മോനും ഭയങ്കര പേടിയായി. അപ്പോൾ ഇവർ ശരിക്കും വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട്. ആ ഒരു ഇൻസെക്യൂരിറ്റി എൻ്റെ മക്കളുടെ കണ്ണിൽ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ പഴയ എന്നെ ഓർത്തു, ഇൻസെക്യൂർഡ് ആയിട്ടുള്ള എന്നെ. ആ ഒറ്റ കാര്യത്തിൽ ഞാൻ ഓർത്തു ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സമയം. അങ്ങനെയാണ് ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു ബിസിനസ് ഒരു കടവും വേണ്ട എന്നുള്ള രീതിയിൽ ശരിക്കും എൻ്റെ ബിസിനസ് തന്നെ നിർത്താനുള്ളൊരു ഡിസിഷനിലേക്ക് എക്സിറ്റ് ചെയ്യാനൊരു ഡിസിഷൻ. പക്ഷെ അപ്പോഴും നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് പിന്നീട്? അത് ശരിക്കും ഞങ്ങളുടെ ജയ്മോൻ്റെ വീടടക്കമുള്ള സ്ഥലം വിറ്റിട്ടാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തത്. ലാൻഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എവറി ഇയർ ശരിക്കും ഒരു പ്രോഫിറ്റബിലിറ്റി കിട്ടുമ്പോൾ ചെറിയ ഞങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ സ്ഥലം വേണമല്ലോ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. കാര്യം ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ എപ്പോഴും ഇപ്പം ഞങ്ങൾക്ക് ലോൺ കിട്ടണമെങ്കിൽ സ്ഥലം വേണമല്ലോ. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ബിസിനസ് വളർത്തുന്നു, അതൊരു വലിയ രീതിയിൽ എത്തിക്കുന്നു, ഈ എക്സിറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു എന്തായിരുന്നു ആ ചേതോവികാരം? എവിടെ നിന്നാണ് ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത്? കാരണം നമ്മളുടെയൊക്കെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം എൻ്റെ ലൈഫ് ഭയങ്കര നല്ലതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എവറി ഇയർ ഒരു 10-25 ട്രിപ്പ് ഫ്രീ കിട്ടും. എല്ലാം ഫ്രീ ആണ് എൻ്റെ ലൈഫിൽ. ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക്. ഞാൻ ഒരിക്കലും ഒരു സാധനം പോലും കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. എൻ്റെ ടിവിയോ ഫ്രിഡ്ജോ. ഇപ്പോൾ ജയ്മോൻ ഫോർച്യൂണർ ഓടിക്കണമെങ്കിൽ അതിൻ്റെ പകുതിയും തോഷിബയുടെ ഒരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ എവറിത്തിങ് എനിക്ക് ബിസിനസ് തന്നത്, എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാം എന്നെ സംബന്ധിച്ച് വളരെ ഒരു കളർഫുൾ ആയിട്ടൊരു ലൈഫ് തന്നെയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫാമിലി പോയിന്റിൽ ഞാൻ ബിഗ് സീറോ ആയിരുന്നു. നല്ല അമ്മയല്ല, എൻ്റെ മക്കൾക്ക് സമയം കൊടുക്കാനില്ല, ബിസിനസ്സിൽ മാത്രം ജീവിക്കുന്ന ഒരാളെ പോലെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വന്നപ്പോൾ അവർക്ക് എന്നെ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായി. അവരുടെ എഡ്യൂക്കേഷനിലും എല്ലാത്തിലും അവർ ഡിമാൻഡിങ് ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നതും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതും നല്ല അമ്മയാണ്, ബിസിനസ് അല്ല. അപ്പോൾ ആ തിരിച്ചറിവാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാനായിട്ട്. താങ്കളുടെ ഒരു ഇന്നർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഫാമിലി ടൈം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പണം മാത്രമല്ല എന്ന തിരിച്ചറിവിലാണ് അത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അതിലൊരു മേജർ റീസൺ എന്ന് വെച്ചാൽ ഈ ഇഷ്യൂസ് എല്ലാം വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ, ഇത്രയും നാൾ ബിസിനസ് ചെയ്തപ്പോൾ വന്നിപ്പോൾ കടോ എല്ലാം നിർത്തി കഴിഞ്ഞാൽ പോലും ഇനിയും ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെയും കൊണ്ടേ പറമ്പ് കൊണ്ടേ വെക്കണം, എന്നിട്ട് വേണം ഒന്നേയും തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഒരു കടമില്ലാത്ത വസ്തു കൊടുക്കണം. അപ്പോൾ ബിസിനസ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും കൊണ്ടേ അപ്പോൾ ആ ഒറ്റ റീസണിലാണ് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരരുത് എന്നുള്ളൊരു ചിന്തയിലാണ്. അവിടെയും ഒരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത്? അപ്പോൾ എൻ്റെ ഓഫീസുകളൊക്കെ സ്വന്തമായിരുന്നു. അപ്പോൾ ആ ഓഫീസുകൾ ഞാൻ വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ എനിക്കൊരു നല്ല ഇൻകം ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. അപ്പോൾ ബിസിനസ് മോഡൽ ഞാൻ മാറ്റി. ഞാൻ നേരത്തെ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ, സബ് ഡിസ്ട്രിബ്യൂഷൻ, അഗെയിൻ റീറ്റെയിലായിരുന്നു. അപ്പോൾ റീറ്റെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസിൽ എനിക്ക് ശരിക്കും ഹോം അപ്ലയൻസ് ഉണ്ട്, സാംസങ്ങിൻ്റെ കെയ്ഫ് ഉണ്ട്, അഗെയിൻ ഒരു മൾട്ടി ബ്രാൻഡ് ഇതുണ്ട്, HP വേൾഡ് ഉണ്ട്, എനിക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകളുണ്ട്. അഗെയിൻ ഷീജാസ് ഡി ബൂട്ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിക് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം. പക്ഷേ എനിക്ക് റെൻറ്റ് കിട്ടാനായിട്ടുള്ള വഴി വേറെ ഒന്നുമില്ല ഞാൻ അകത്ത് നോക്കിയപ്പോൾ. അപ്പോൾ ആ നല്ല ബിസിനസ് ഞാൻ കൊന്നു. പക്ഷേ ഇതിൽ നിന്നൊരു പാസീവ് ഇൻകം, റെന്റൽ ഇൻകം, വലിയൊരു ഇൻകം താങ്കൾക്ക്. അപ്പം മെട്രോ റെയിൽ വന്നു. മെട്രോ റെയിൽ വരുമ്പോൾ ഒരു 3 വർഷം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം റീറ്റെയിൽ സ്റ്റാൻഡ് സ്റ്റില്ലായി, അത് ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. അപ്പം 3 വർഷം വെയിറ്റ് ചെയ്താലേ പിന്നെ നന്നാവുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഇതെൻ്റെ ഒരു സമയമാണ്, ഞാൻ ആ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാൻ. അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ലാഭമുണ്ടാവുന്ന കാര്യം ഇതിന്ന് പാസീവായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് നല്ല സമാധാനം. ഇതൊരു വലിയ പ്രോബ്ലം അടുത്ത തലമുറയ്ക്ക് കൈമാറണ്ട എന്നുള്ള തീരുമാനമായിരുന്നു അല്ലേ? പക്ഷെ അവിടെയും 19 വയസ്സ് തൊട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതെ. കാരണം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ 100 കോടി വിറ്റ് ഒരുപാട് ഇത്രയും പ്രഷർ എടുത്തിരുന്ന ഒരാള് കടം കൊടുത്തിട്ട് വെറുതെ ഇരിക്കാൻ താങ്കൾക്കാവില്ല. അവിടെ
അടുത്തത് എന്ത് എന്നൊരു ചോദ്യം വന്നില്ലേ? അടുത്ത ആദ്യം ചെയ്തത് ഞാൻ ഷീജാസ് ഐ ടി മാളിനെ ഒരു കോർപ്പറേറ്റ് ഐഡന്റിറ്റി ആയിട്ട് മാറ്റി. BNI പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് ബിസിനസ് എന്ന് പറയുന്ന സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും, ഞാൻ ഒരിക്കലും ബിസിനസ്സിന് വേണ്ടി പുറത്തിറങ്ങാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ആ ഒരു താഴേക്ക് ഇറങ്ങിയിട്ടും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കസ്റ്റമേഴ്സിനെ കൂടി KRL, എല്ലാ സ്ഥലവും, ഷിപ്പ് യാർഡ്, NPOയിൽ, എല്ലാ സ്ഥലത്തും ഞാൻ ഓൾമോസ്റ്റ് പോയി. എൻ്റെ ടീമുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിൽഡ് ചെയ്തു. അങ്ങനെ ഷീജാസ് ഐ ടി മാളിനെ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ഐഡന്റിറ്റി ഉള്ള ഒരു കമ്പനിയായിട്ട് ഒരു SME സെഗ്മെന്റിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ട്, അപ്പോൾ അതിനകത്ത് എല്ലാവരും ഓഫീസുകൾ നടന്ന് നമുക്ക് റെന്റൽ കിട്ടും. അതെ, അപ്പോൾ അതൊരു അഷ്വേർഡ് ആക്കി. അതെ. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ഞാൻ നല്ല ആസ്മാറ്റിക്കാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡിൽ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഞാൻ നല്ല പേടിയുണ്ടായിരുന്നു കോവിഡിൽ ഒത്തിരി ആൾക്കാർ മരിക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ മെയ്ഡൊക്കെ പോയി. അപ്പോൾ വീട്ടിൽ പണിയെടുക്കേണ്ട അവസ്ഥ വന്നു. അവിടെ വീട്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ എനിക്കൊരു വാല്യൂയും തന്നില്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 മെയ്ഡൊക്കെ നിന്നിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന അവസ്ഥയെന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം അറിയില്ല. അപ്പം അത്ര എക്സ്പെർട്ടൈസും ഇല്ല. അപ്പം എനിക്കൊരു സാധാരണ പെണ്ണിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അപ്പം മനസ്സിലായി. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലേക്ക് വരാൻ. അപ്പോൾ പല ആൾക്കാർ, ഈ ബിസിനസ് പൊട്ടിയ ആൾക്കാർ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്ന ആൾക്കാർ, എഗെയിൻ ആ സമയത്ത് എൻ്റെ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്ററിൻ്റെ മാനേജറായിരുന്ന ഒരാൾ സൂയിസൈഡ് ചെയ്തു. ആ ഫാമിലി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തു വന്നു. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഉള്ള ഭയാനകമായിട്ടുള്ള കുറേ തിരിച്ചറിവുകളാണ് ഞാനൊരു ലൈഫ് കോച്ചായിട്ട് മാറാൻ കാര്യം. ലൈഫ് കോച്ച് ആവാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ട പഠനങ്ങൾ നടത്തി. അതെ, അതാണ് താങ്കളുടെ പുതിയ കർമ്മ മേഖല എന്ന് പറയാം. അതെ. എന്താണ് അതിൽ താങ്കൾ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ളവർ? ഞാനിപ്പോൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 19 വയസ്സ് ജോലി ചെയ്തു. പക്ഷെ 46 വയസ്സായപ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് ജോലി വേണ്ടാന്ന് വെച്ചു. പക്ഷെ ജോലി വേണ്ടാന്ന് വെച്ചപ്പോഴും ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. 1 രൂപ പോലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ താഴേക്ക് പോയിട്ടില്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ നന്നാക്കിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്നിട്ടും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കോവിഡ് വന്നപ്പോൾ എനിക്ക് റെൻറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നു. റെൻറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അപ്പം ഞാൻ മനസ്സിലാക്കി സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മക്കളുടെ സ്കിൽ സെറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം ഞാനൊരു IIM ബാംഗ്ലൂരിൻ്റെ ഒരു കോഴ്സിലും ആദ്യം ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു മെൻറ്റർഷിപ്പിൽ അവർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ എക്സ്പോഷർ ഭയങ്കര വലുതാണ്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒത്തിരി ആൾക്കാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾമോസ്റ്റ് ഇത്രയും ബിസിനസ് ചെയ്തു, ഇത്രയും നല്ല രീതിയിൽ ആ ബിസിനസ്സുകൾ എക്സിറ്റ് ചെയ്ത് വന്നു. അത് ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എവറിത്തിങ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ വന്നു. അതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ റെൻറ്റ് എന്ന് പറയുന്നത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ എൻ്റെ ഒരു വരുമാനം 70,000 രൂപയുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റൈൽ ചെയ്തു പോകണമല്ലോ. പക്ഷേ കോവിഡിൽ എന്ത് പറ്റിച്ചാൽ IT നന്നായി പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് ക്യാഷിന് വലിയ പ്രശ്നം വന്നില്ല. എഗെയിൻ ഞാൻ എടുത്ത കുറേ LICs ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടി. അപ്പോൾ എനിക്കൊരു 10-60 ലക്ഷം രൂപ LICന്ന് തിരിച്ചു കിട്ടി. എഗെയിൻ ഓൾമോസ്റ്റ് 1-2 KSFE ചിട്ടികൾ ഒരു 10-60 ലക്ഷം രൂപയൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല ബോണസ് ആയിരുന്നു കോവിഡ് ടൈം. കാര്യം അത്യാവശ്യം നല്ല ക്യാഷ് ഫ്ലോ ഉള്ള. ഈ ലൈഫ് സ്കിൽ സെഷൻസ് ഒക്കെ ഓൺലൈനാണ്? ഞാനെല്ലാം ഓൺലൈനാണ് ബേസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ക്യാഷ് ഇല്ലെങ്കിൽ പോലും പല രീതിയിൽ പണ്ടത്തെ പല കാര്യങ്ങളിൽ നിന്ന് ഒരു ക്യാഷ് കിട്ടിയപ്പോൾ എനിക്കതൊരു അബണ്ടൻസ് ആയി. അപ്പോൾ ഞാൻ മോനെ ഓൾമോസ്റ്റ് പഠിപ്പിക്കാൻ വിട്ടു, സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കാൻ വിട്ടു. മോളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളെ കോച്ചാക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എഗെയിൻ ഞാനും ഓൾമോസ്റ്റ് പല കോഴ്സുകളിലേക്ക് ഞാൻ തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും മേജറായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ബോബ് പ്രോക്ടർ ആയിരുന്നു. അപ്പോൾ ബോബ് പ്രോക്ടറിൻ്റെ ആ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഞാനൊരു ലൈഫ് കോച്ചിങ്ങിലേക്ക് വരാനായിട്ടുള്ള കാരണം. അപ്പോൾ താങ്കൾ ഓൺലൈനിൽ പല ആൾക്കാരെയും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, എല്ലാം ഓൺലൈൻ കോഴ്സുകൾ. അതെ, അതെ. പക്ഷെ അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ മകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അനീറ്റ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അനീറ്റയോടാണ് എനിക്കിത് ചോദിക്കാനുള്ളത്. താങ്കളുടെ വിദ്യാഭ്യാസം വളരെ ഉന്നത വിദ്യാഭ്യാസമാണ്. വേണമെങ്കിൽ താങ്കളുടെ ചേട്ടൻ ഇപ്പോൾ പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്യുന്നത്? ചേട്ടൻ ഇപ്പോൾ MSc സൈബർ സെക്യൂരിറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഹി ഹാസ് എ സ്പോൺസർഡ് ജോബ് ലണ്ടനിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉറപ്പാണ്, നല്ല ശമ്പളത്തോടുകൂടി ജോലി ചെയ്യുന്നുണ്ട്. താങ്കൾക്കും നല്ലൊരു ജോലി കണ്ടെത്താം. പക്ഷെ താങ്കൾ അതിന് തിരിഞ്ഞില്ല, അതിലേക്കല്ല പോയത്. എന്തുകൊണ്ടാണ്? അമ്മയിൽ നിന്ന് എന്താണ് പഠിച്ചത്? അനീറ്റയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ? എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ആവാം എന്നൊരു വിചാരം തന്നിട്ടുള്ളത് മമ്മിയാണ്. കാര്യം ഞാനും ചേട്ടനും
വളർന്നു വന്നപ്പോൾ ഭയങ്കര ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർക്കും. കാരണം ഞങ്ങള് എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഓൺടർപ്രണേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ അച്ഛനും അമ്മേനെ കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും പഠിക്കുന്ന സമയത്ത് അത്തരം പഠിക്കുന്ന ആൾക്കാരും അല്ലായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എന്താവും എന്ന് ഫാമിലി വൈസും അങ്ങനെ കുറച്ചും കൂടി ഇടിച്ചു താത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു 12-13 വയസ്സായപ്പോഴാണ് ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നായിരുന്നു. പക്ഷെ ഒരു 20 കിലോ വളരെ മെലിഞ്ഞിരിക്കുന്നതിന് വണ്ണം വെച്ചപ്പോൾ സ്കൂളിലാവാം, ഞാൻ റിലേറ്റീവ്സിലാവാം, ഇവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മുടെ അപ്പിയറൻസ് വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു മോശമായിട്ട് പെരുമാറുന്ന, അതെ, ബോഡി ഷേമിംഗ് ആയി. അപ്പൊ എനിക്ക് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഏതൊരു ഫംഗ്ഷനിൽ പോയാലും കരഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരാത്തൊരു ദിവസമില്ല. ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അച്ഛനോട് ഒരു ദിവസം പറഞ്ഞു, എനിക്കിനി ഡാഡിയുടെ കൂടെ എങ്കിലും വരാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വീട്ടിൽ ഇരുന്നോളാം. അപ്പൊ അത്രയും ഞാൻ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വിട്ടുകളയാൻ ഭയങ്കര അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ വളരെ ഇൻട്രോവേർട്ടായി. പക്ഷെ എന്നാൽ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വളരെ ആവറേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർ നന്നായിട്ട് ക്ലാസ്സിൽ ടോപ്പ് 5 വരുന്നുണ്ടായി. അപ്പൊ ഞാനൊരു ആഗ്രഹം വെച്ചു, അവരുടെ സ്ഥാനത്തും ഒരു ടോപ്പ് 5 എനിക്കും വരണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പൊ അത് വന്നപ്പോ അതിലേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് വെച്ചിട്ട് എന്റെ മമ്മി എന്നെ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി, ഒരു 50-60 ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പൊ അന്നൊന്നും ഈ ഹോർമോണൽ ഇംബാലൻസ് അത്ര നമ്മൾ അറിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവര് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോളുടെ പഠിത്തം എങ്ങനെയുണ്ട്? അപ്പൊ മമ്മി പറയും, മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവര് അത് വിട്ട് കളിയായിരുന്നു. ബട്ട് ഓവർ ദി ഇയേഴ്സ് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. അത് പക്ഷെ അന്ന് എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് മമ്മി, ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായി, അങ്ങനെയൊക്കെ വന്നപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ് വന്നു. പക്ഷെ മമ്മി അത് അപ്പം തന്നെ മമ്മി അത് മനസ്സിലാക്കി. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ മീ. അപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആഫ്റ്റർ ദാറ്റ് ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ദ സെയിം പ്രോബ്ലം ആസ് മീ. പക്ഷെ അവർക്ക് വീട്ടിലെ സപ്പോർട്ട് പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ ഞാനൊരു ഡയബറ്റിക്സ് വരാനുള്ള സ്റ്റേജിലേക്ക് അവിടെ എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയം കറക്റ്റ് മമ്മി ആണ് ഏറ്റവും കൂടുതൽ, പപ്പയും ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മിയാണ് അത് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചത്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് മമ്മി ഇപ്പൊ ബിസിനസ് തന്നെ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ഒരു അസുഖമുള്ള ഒരാളായിട്ട് നിന്നേനെ. അപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ 100% എൻ്റെ മമ്മിയിലാണ് ഞാൻ അത് കറക്റ്റ് സമയത്ത് എക്സിറ്റ് ചെയ്തു, താങ്കളുടെ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ താങ്കളും അത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ്, താങ്കളും എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? ആദ്യം മമ്മിയിൽ നിന്നാണ് പഠിക്കുന്നത്? അതെ ഞാൻ പറഞ്ഞ പോലെ ACC ചെയ്ത് കഴിഞ്ഞു. അത് കഴിയുന്ന സമയത്താണ് മമ്മി ഒരു ലൈഫ് കോച്ചായിട്ട് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം മമ്മി എടുത്തത്. സോ ചേട്ടൻ ആ സമയം തന്നെയാണ് UK പോകുന്നത്. അപ്പം മമ്മി എന്നോട് ചോദിച്ചു, നമുക്ക് എംപ്ലോയീസ് ഡെഫിനറ്റ്ലി കുറെ ഉണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും മമ്മി ഇപ്പോൾ പാർട്ട്ണർ എന്നുള്ള നിലയിൽ ഷീ ആസ്ക്ഡ് മീ, മമ്മിയുടെ ഒരു ബിസിനസ് പാർട്ണർ ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ഒരു വർഷമെങ്കിലും നീ എൻ്റെ കൂടെ ഒന്ന് വന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു, നീ ആണെങ്കിൽ. ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ സത്യത്തിൽ അന്നൊരു ഓഡിറ്റിംഗ് ഒക്കെ ചെയ്ത ഒരു ബിഗ് MNC കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് ഒരു 3 വർഷമായിട്ടുള്ള അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പൊ പെട്ടെന്ന് ഒരു തടസ്സമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ സെയിം ടൈം എനിക്ക് ഈ വൈകുന്നൊരു ജോലിയുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പൊ പപ്പ പറഞ്ഞു, നീ ജോലിക്ക് പോകണം, മമ്മിയുടെ ഇത് ഒരു പുതിയൊരു ഇതാണ്, മമ്മി അത്യാവശ്യം സക്സസ്ഫുൾ ആയി, ഇതൊക്കെ കഴിഞ്ഞ് മമ്മിയുടെ റിട്ടയർമെന്റ് പ്ലാൻ പോലെയാണ്. അപ്പൊ നിനക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, നിന്റെ കരിയർ കളയേണ്ട കാര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു ഡൗട്ടിങ് ആയിരുന്നു. ഞാൻ ഇത് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ തന്നെ എഗൈൻ എൻ്റെ റിക്രൂട്ടർ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു എന്താ ചെയ്യേണ്ടത്. മമ്മി എന്നോട് പറഞ്ഞു, മമ്മി എഗൈൻ ഞാൻ മമ്മിനോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, നിന്റെ തീരുമാനമാണ്, എനിക്കതിനെ കുഴപ്പമില്ല, പക്ഷെ നീ ആണെങ്കിൽ എഗൈൻ മമ്മി അത് പറഞ്ഞപ്പോൾ ഐ ടുക്ക് ദ ഡിസിഷൻ. എൻ്റെ ജീവിതത്തിൽ ഒരു വർഷമെങ്കിൽ ഒരു വർഷം, ഇത് കഴിഞ്ഞാലും പഠിക്കാൻ കൂടിയ ഒരു MNC ചേട്ടൻ ചെയ്യാനുള്ള പുറത്തേക്ക് പോയി ഒരു മാസ്റ്റേഴ്സ് ചെയ്താലും ഐ കൻ ഗെറ്റ് എ ഗുഡ് ജോബ്, അതിൽ എനിക്ക് പേടിയില്ല. അപ്പം ഞാൻ മമ്മിനോട് ഐ വിൽ സപ്പോർട്ട് ചെയ്യും മമ്മി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ മമ്മിയുടെ കൂടെ മമ്മിയുടെ ഒരു സപ്പോർട്ടർ എന്നുള്ള നിലയിൽ മാത്രം ഞാൻ ഈ ഒരു കോച്ചിങ്. താങ്കളും ഇപ്പോൾ ലൈഫ് കോച്ചിങ് മമ്മി ചെയ്യുന്ന ക്ലാസ് എടുക്കുന്നുണ്ട്? അതെ, ഞാൻ അതിനുശേഷം ICF സർട്ടിഫൈഡ് ആയിട്ട് NLP പ്രാക്ടീഷണറായിട്ടും പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ഇപ്പൊ ഞാൻ PCCയിലേക്ക് വർക്ക് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ലൈഫ് കോച്ചിങ് ചെയ്യുന്നത്. അതെ. അപ്പോൾ നിരവധി പേരെ സഹായിക്കാനായിട്ടുണ്ടോ ഇതിലൂടെ? ഞങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 5000+ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പീപ്പിൾ ഡു ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ എനിക്ക് ഈ ഒരു പ്രൊഫഷനിൽ വന്നപ്പോൾ ഈ സന്തോഷം തന്നെ, എൻ്റെ ലൈഫ് എത്ര ബ്ലെസ്സിങ് ആണ് എന്നൊരു തിരിച്ചറിവ് കിട്ടി. അതുകൂടാതെ നമുക്ക് മറ്റുള്ള ലൈഫിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതൊരു ഫാമിലി ആയിട്ട്. ഇപ്പൊ ഞാനും മമ്മി ഒരു മദർ ഡോട്ടർ ട്യൂബോ എന്നുള്ള പോയിന്റിലും ഫാദറും ഉണ്ട്. ഒരു ഫാമിലി ആയിട്ട് അത് കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിലും അവർക്കും അവരെ ഇന്നർ വേൾഡ് ആവാം, അവരുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ അവരെയും അത് ഹെൽപ്പ് ചെയ്യും.
അപ്പൊ അങ്ങനെ അവരൊക്കെ ഫൈനാൻഷ്യലി ആവാം. അപ്പൊ ഞങ്ങളിത് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് നമുക്കൊരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാം. അപ്പൊ ഏർലിയർ യു സ്റ്റാർട്ട് ദ ബെറ്റർ ഇറ്റ് ഇസ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾ ആൾക്കാരെ ഫൈനാൻഷ്യലി ആവാം, ഒരു അബണ്ടൻസിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മമ്മിയും മോളും ചേർന്ന് കുറേ പേരെ സഹായിക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. അതെ. അവസാന ചോദ്യം താങ്കളോടാണ് ഷിജ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിങ്ങളൊരു പിനാക്കളിൽ നിന്നു, അതും താഴെയൊന്നും പോയില്ല. ഒരു കാര്യം വേണ്ടെന്ന് വെച്ചെങ്കിലും സന്തോഷവതിയാണ്. അതെ. ബിക്കോസ് യു ആർ വെരി ഹാപ്പി. യെസ്. ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയും ചെയ്തു. താങ്കൾ ഒരു പുസ്തകം വരെ പബ്ലിഷ് ചെയ്തു അല്ലേ ഈ അടുത്ത്? എന്താണ് അതിന്റെ പേര്? ശുഭചിന്ത നൽകിയ വിസ്മയം. വെരി ഗുഡ്. അപ്പോൾ ശുഭചിന്ത നൽകിയ വിസ്മയങ്ങൾ. എന്താണ് നിങ്ങൾ രണ്ടുപേരും ഈ ഡുവോ കോംബോ ഉദ്ദേശിക്കുന്നത്? ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാനാണ്? എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 25 വയസ്സിൽ അല്ലെങ്കിൽ 20-25 വയസ്സിൽ ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. 65 വയസ്സായാലും ഇവർക്ക് ഓൾമോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആകെ ഒരു 4% ആൾക്കാർ മാത്രം, 1% ആൾക്കാരുടെ കയ്യിലാണ് 96% വെൽത്ത് ഇരിക്കണേ. ബാക്കി 96% ആൾക്കാർ സ്ട്രഗ്ലിംഗ് ആണ്. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം ഞാൻ 46 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് സ്ട്രഗ്ലിംഗ് ഇല്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ ആ ഒരു പ്രിവിലേജ് ഒരാൾക്കും ഇല്ല. അപ്പം ഞാൻ എന്താണോ ചെയ്തത് അങ്ങനെ ഒരു 1 മില്യൺ ഫാമിലിയെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പോയിട്ട് വീട് വിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള ലെവലിൽ അവരെ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും അവരെ ഓൾമോസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ സ്വന്തം കാലം നിൽക്കാനൊക്കെ ആയിട്ട് പഠിപ്പിക്കുക ചെയ്യണേ. ലൈഫാണ് ഞാൻ പഠിപ്പിക്കണേ. കാരണം ലൈഫ് സ്കിൽസ് ഇല്ല ആൾക്കാർക്ക്. അപ്പോൾ ആ ലൈഫ് സ്കിൽസ് ഓൾമോസ്റ്റ് ഒരു സൂര്യനെ പോലെ തിളങ്ങാനായിട്ട് ആൾക്കാരെ വർക്ക് ലൈഫ് ബാലൻസോടെ കരിയറിൽ നമ്പർ 1 ആവാനും എഗെയിൻ ഓൾമോസ്റ്റ് അതൊരു കോമ്പറ്റീഷൻ അല്ല, ഡോമിനേറ്റ് ചെയ്ത് പോകാനാണ്. ഞാൻ ഒരിക്കലും കോമ്പറ്റ് ചെയ്തിട്ടില്ല. ഏത് സെഗ്മെൻറ്റ് ചെയ്താലും ഞാൻ വിചാരിക്കണം ഞാനൊരു കൊളാബറേഷൻ മാത്രം ചെയ്തു പോയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ എൻ്റെ ഒരു ബ്ലൂ ഓഷ്യനിൽ മാത്രമേ ബിസിനസ് ചെയ്തിട്ടുള്ളൂ, റെഡ് ഓഷ്യൻ അല്ല. ഇപ്പോഴും ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ സാറും നല്ലൊരു കോച്ചാണ് ഏറ്റവും. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പം നമ്മളതിന് ഒരാളെയും നമ്മൾക്ക് ഇടിച്ചു താഴ്ത്താൻ പറ്റില്ല. എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള യുണീക്ക് ഒരു സാധനമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിവ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഓരോ പാഠപുസ്തകങ്ങളുമാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മളുടെ ആയിട്ടുള്ള അവസ്ഥയിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമില്ല. സാറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമാണെന്നില്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾക്ക് ഇങ്ങനെ പിന്തുടരുമല്ല, അവർ ഒരു കാന്തം പോലെ നമ്മൾ അട്രാക്ട് ചെയ്തത്. ഞാൻ ലോ ഓഫ് അട്രാക്ഷനാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ക്ലാസ്. കാര്യം എൻ്റെ ജീവിതം നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കറിയാം ഒന്നിനും പുറകെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മളിൽ തന്നെയാണ്. താങ്കൾ കാണുന്ന ഭാവി മകളാണ്. അതെ, അതിനാണ് താങ്കൾ കൈപിടിച്ച് അദ്ദേഹത്തെ കൂടി. അതെ. അല്ല, ഞാനിപ്പോൾ ഒരു വിഷയനായിട്ട് വന്നു. ഇപ്പം മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമ്മുടെയൊക്കെ ലൈഫ് എപ്പോഴും പോവാം. അപ്പം നമ്മൾക്കൊരു വിഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു അടുത്ത ആളുണ്ടാവണം, കണ്ടിന്യൂഷൻ ഉണ്ടാവും. അതെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോള് അവൾക്കത് അവളുടെ വഴിയാണെന്ന് അവൾ വന്നപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് അത് അവളെ സഹായിക്കണം. ഹാപ്പിയാണ്? ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. 100% ഹാപ്പി. നിങ്ങൾ കേട്ടു, ഷീജ അദ്ദേഹം IT രംഗത്ത് ഒരു കാലത്ത് പ്രാവീണ്യം തെളിയിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയ ഒരാളാണ്. നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതായത് വളരെ ചെറുപ്രായത്തിൽ തന്നെ 46 വയസ്സിൽ നമുക്കൊരു റിട്ടയർമെൻറ്റ് ഉണ്ടാക്കുക, എന്നാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം അത് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, വരും തലമുറയെ കൈ പിടിച്ച് സഹായിച്ച് വളരെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തെ പോലെ തന്നെ പാഷനേറ്റ് ആക്കി മകൾ അനീറ്റയും പ്രാപ്തിയാക്കി. അവർക്ക് കിട്ടിയ പാഠം സമൂഹത്തിന് ഒരു പാഠമായി കൊടുത്തുകൊണ്ട് വളരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ടല്ലേ, എന്താണ് ഞാൻ ആ പേര്? ശുഭചിന്ത നൽകിയ വിസ്മയം. ശുഭചിന്ത നൽകിയ വിസ്മയം. ഷിജ ജയ്മോൻ്റെ ഒരു പുസ്തകവും അദ്ദേഹം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. പുസ്തകവും ഒക്കെ ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് അയച്ച് ബയോയിൽ കിട്ടിയാൽ വാങ്ങാനും സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ തന്നെയാണത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സംരംഭകർ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടിയേ പറ്റൂ. ചിലപ്പോൾ നമുക്ക് മുന്നേ പോയി ഈ പ്രശ്നങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയവർ നമുക്ക് വഴികാട്ടിയായേക്കാം. അതിന് പ്രായമോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോ നമ്മളെ സഹായിച്ചേക്കാം. തീർച്ചയായും നമ്മുടെ കേരള വനിതാ സംരംഭകരുടെ ലിസ്റ്റ് എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും തങ്കലപികളിൽ എഴുതേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് ഷീജ. ഇന്ന് അടുത്ത തലമുറയുമായി നിരവധി പേരെ സഹായിക്കാൻ മുന്നോട്ട് പോകുന്നു. താങ്കളുടെയും താങ്കളുടെ മകളുടെയും ഈ പരിശ്രമം
വിജയിക്കട്ടെ, നിരവധി ജീവിതങ്ങളെ നിങ്ങൾക്ക് സ്വാധീനിക്കാവട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി ഞാൻ ആശംസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിളിൻ്റെ പാർട്ട്നേഴ്സും എല്ലാ പ്രേക്ഷകരുടെ പേരിലും രണ്ടുപേർക്കും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് സർ.